ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാറാണ്. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ പാർട്ട് 1 ബേസിക് ആയിട്ടോ നമ്മൾ പഠിപ്പിക്കുന്നത്. ബേസ് ആണ് തറ. അപ്പൊ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ പാർട്ട് 1 ആണ്. ഒന്നാമത്തെ പാർട്ട് എന്താണ് സബ്ജക്റ്റ് എന്ന് പറയുന്ന ചോദ്യം ഉണ്ടാവില്ലേ? സർ, വാട്ട് ഈസ് സബ്ജക്റ്റ്? സ്കൂളില് നമ്മൾ പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് ഒക്കെ പറയും സബ്ജക്റ്റ് കർത്താവ് എന്നൊക്കെ അർത്ഥം പഠിപ്പിച്ചു തരൂലേ? അപ്പൊ ഈ സബ്ജക്റ്റ് എന്താ എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നോക്കൂ നിങ്ങൾ. ഇതാണ് മക്കളെ സബ്ജക്റ്റ്. The subject is the doer of an action. Doer എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നാണ് നമുക്കറിയാം. ഡു എന്ന് പറഞ്ഞാൽ എന്താ പറ? ചെയ്യുക. അപ്പൊ ഡൂവർ എന്ന് പറഞ്ഞാലോ ചെയ്യുന്ന ആള് അല്ലെ. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക അല്ലെ. പ്ലെയർ എന്ന് പറഞ്ഞാൽ കളിക്കുന്ന ആള്, ലൈക്ക് ദാറ്റ്. നോക്കൂ നിങ്ങള്, പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ എന്തെന്ന് പറയാം? സബ്ജക്റ്റ് എന്ന് പറയുക. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നോക്കൂ, ഈ സബ്ജക്റ്റ് ഈസ് എ നൗൺ. ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ പേരാവാം അല്ലെ, അല്ലെങ്കിലോ ഒരു വ്യക്തിക്ക് പകരം പറയുന്ന ഹി ഷീ ഇറ്റ് എന്ന് പറയുന്ന പ്രനൗൺ ആവാം അല്ലെ, അല്ലെങ്കിലോ നൗൺ ഫ്രേസ് ആവാം. ചിലപ്പോൾ ഒരു നൗൺ ഫ്രേസ് തന്നെ ആവാം. നമുക്ക് എക്സാമ്പിളിലൂടെ കാണാൻ കഴിയും കേട്ടോ, ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിങ്ങനെ പറയില്ലടാ, എക്സാമ്പിൾ നമ്മൾ കൂടുതൽ പറയാം കേട്ടോ. അടുത്ത ആക്ഷൻ ഇൻ എ സെന്റൻസ്. ഒരു പക്ഷേ ഒരു ആക്ഷൻ ആവാം കേട്ടോ. നോക്കാം നമുക്ക് എക്സാമ്പിളിലൂടെ. ഇറ്റ് ഈസ് മോസ്റ്റ് ഓഫൻ ഫൗണ്ട് ഇൻ ദ ബിഗിനിങ് ഓഫ് എ സെന്റൻസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ആക്ഷൻ വേർഡ് നൗൺസ് ആണെങ്കിലും നോക്കൂ നിങ്ങൾ, ആക്ഷൻ ഇൻ എ സെന്റൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ സ്വിമ്മിങ് എന്ന് പറയുന്ന സാധനല്ലേ, സ്വിമ്മിങ് എന്താണ് പറ? ഒരു നൗൺ ആയിട്ട് വരാം. സ്വിമ്മിങ് ഒരു ആക്ഷൻ ആണ് അല്ലെ, ആക്ഷൻ ഇൻ എ സെന്റൻസ് ആണ്. നോക്കൂ, അപ്പൊ ഇതുപോലെ നമ്മൾ എന്താണ് ഒരു സെന്റൻസിൽ സബ്ജക്റ്റുകൾ ഫൈൻഡ് ചെയ്യാം കേട്ടോ. ഒരു സെന്റൻസിൽ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ എന്ന് പറയാ സബ്ജക്റ്റ് എന്ന് പറയുക. നോക്കൂ, നമ്മൾ ബേസിക്കലി അറിയുന്ന സാധനം കേട്ടോ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെ, ഞാനൊരു പ്രവൃത്തി ചെയ്യുന്ന ആളാണ്. യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ, നീ അല്ലെങ്കിൽ പറ നിങ്ങൾ. ഇതൊന്നും അറിയാണ്ട് നിങ്ങൾക്ക് നീല ഗ്രാമർ മനസ്സിലാവില്ല കേട്ടോ. ബേസിക് ആയിട്ട് പഠിച്ചു വെക്കണേ. ദേ എന്ന് പറഞ്ഞാൽ അവർ, ദേ എന്ന് പറഞ്ഞാൽ അവർ. വി എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ. ക്ലിയർ? ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഹി എന്ന് പറഞ്ഞാൽ അവൻ. ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഷീ എന്ന് പറഞ്ഞാൽ അവൾ. ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇത്. അപ്പൊ സാറേ ഇതന്നല്ലേ സാറേ ദാറ്റ് എന്ന് പറയുന്നതും അല്ലെ? ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്, ദിസ് എന്ന് പറഞ്ഞാൽ ഇത്. അതും ഈ ഇറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇറ്റിനൊരു ഒബ്ജക്റ്റ് നിർബന്ധമല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണേ. മഴ പെയ്യുന്നു അല്ലെ, എങ്ങനെ പറയാ? ഇറ്റ് ഈസ് റെയിനിങ്. എങ്ങനെ പറയാ? ഇറ്റ് ഈസ് റെയിനിങ്. ഈ ഇറ്റിന്റെ അർത്ഥം എന്താ? ഈ ഇറ്റിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. ഇറ്റ് ഈസ് റെയിനിങ് എന്നാട്ടോ. ശ്രദ്ധിക്കുക, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ പറയില്ലേ, ആ ഇറ്റ് അത് ഇതെന്ന് പറയാൻ പറ്റൂ? ഇല്ല. അപ്പൊ ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ഇല്ലെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന സബ്ജക്റ്റ് ആണ് എന്ത്? ഇറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ നിങ്ങൾ. ഇപ്പോ സ്മെല്ലുണ്ട് അല്ലെങ്കിൽ മണക്കുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ അല്ലേ? ഒരു മണക്കുണ്ട്, എങ്ങനെ സാറേ ഇംഗ്ലീഷിൽ പറയാത്? ഇറ്റ് സ്മെൽസ് എന്നാ പറയാ. എങ്ങനെ പറയാ? ഇറ്റ് സ്മെൽസ്. മണത്തിന് ഇംഗ്ലീഷ് നമുക്ക് ഇറ്റ് അല്ലേ, സ്മെൽ എന്ന് പറയാൻ പറ്റും. പക്ഷെ അതെങ്ങനെ ഒരു സെന്റൻസ് ആയിട്ട് പറയാം? ഇറ്റ് സ്മെൽസ് എന്നാ പറയാ കേട്ടോ. അപ്പൊ ഇറ്റിന്റെ അർത്ഥം അത് ഇത് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് നിർബന്ധമൊന്നുമില്ല. ക്ലിയർ അല്ലേ? ഇത് ഞാനൊരു പേനയെന്ന് എങ്ങനെ പറയാം? ദിസ് ഇസ് എ പെൻ. ഇറ്റ് ഈസ് എ പെൻ അല്ല, ദിസ് ഇസ് എ പെൻ എന്നാ പറയാ കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. അബു ഒരു പ്രവൃത്തി ചെയ്യും, വനജ ഒരു പ്രവൃത്തി ചെയ്യും അല്ലേ? ഈ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്കാണ് നമ്മൾ എന്തെന്ന് പറയാ? സബ്ജക്റ്റ് എന്ന് പറയാം. അപ്പൊ നമുക്ക് എക്സാമ്പിളോടെ കയറാം. ഇപ്പൊ നോക്കൂ നിങ്ങള്, ദ ബാൻഡ് പെർഫോംഡ്. ദ ബാൻഡ് പെർഫോംഡ്. ആരാണ് പെർഫോം ചെയ്ത്? പറ. ആര് എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണില്ലേ? ആരാണ്? പറ. ദ ബാൻഡ്. അതാണ് ഇതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത നോക്കുകള്, ദ യൂത്ത് അസോസിയേഷൻ അല്ലെ, യൂത്ത് അസോസിയേഷൻ ഹാസ് ബ്രോട്ട് സം ചേഞ്ചസ് ഇൻ ദ റൂൾസ് അല്ലെ. അപ്പൊ ഇതിലെ സബ്ജക്റ്റ് ആരാണ്? പറ. യൂത്ത് അസോസിയേഷൻ ആണ് ഇതിലെ സബ്ജക്ട്. തുടക്കത്തിലാക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓൺ ഫ്രൈഡേസ്, വെള്ളിയാഴ്ചകളില് all students are allowed to wear casual clothes. എല്ലാ സ്റ്റുഡൻസിനും എന്ത് ചെയ്യുന്നുണ്ട്? കാഷ്വൽ ഡ്രസ്സ് അയക്കാൻ വേണ്ടി പിന്നെ ധരിക്കാൻ വേണ്ടി അലൗഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ സബ്ജക്ട് ഏതാണ്? പറ. ഓൾ സ്റ്റുഡൻസ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത നോക്കൂ നിങ്ങൾ, മൈ മദർ കുക്സ് വെൽ. ഇതിൽ സബ്ജക്ട് ഏതാണ്? പറ. മൈ മദർ. നോക്കൂ നിങ്ങൾ, ദ മൊബൈൽ ഐ ബോട്ട് റീസെന്റ്ലി. ഇന്നലെ ഞാൻ മേടിച്ച അല്ലെങ്കിൽ അടുത്ത് ഞാൻ മേടിച്ച ഫോണ്. പറഞ്ഞ മനസ്സിലായോ? വെറും മൊബൈൽ മാത്രമല്ല, അടുത്ത് ഞാൻ മേടിച്ച ഫോണ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇതിലെ സബ്ജക്ട് ഏതാണ്? പറ. ദ മൊബൈൽ ഐ ബോട്ട് റീസെന്റ്ലി എന്ന് പറയുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വെബ് ഫ്രേസ്, നൗൺ ഫ്രേസ് എന്ന് പറയുന്ന ഒരു സെന്റൻസിൽ ഒരു ഫ്രേസ് ആയിട്ട് വരും കേട്ടോ. അടുത്ത് നോക്കൂ നിങ്ങൾ, യുവർ ഡയമണ്ട് നെക്ലേസ്. നിന്റെ ഡയമണ്ട് നെക്ലേസ് ലുക്സ് അമേസിങ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ നോക്കൂ, ഇതിലെ സബ്ജക്ട് ഏതാണ്? പറ. യുവർ ഡയമണ്ട് നെക്ലേസ് എന്ന് പറയുന്നതാണ് ഇതിലെ സബ്ജക്ട് എന്ന് പറയുന്നത്. റെഡി അല്ലേ മക്കളെ? അടുത്ത് നോക്കൂ, വിൽ നോറ ആൻഡ് അഷ്റഫ് ബി കമ്മിങ് ടു സ്കൂൾ ടുമോറോ അല്ലേ?
നോറയും അഷ്റഫ് സ്കൂൾക്ക് വരുമോ നാളെ നിങ്ങൾ നോക്കുന്നുള്ളു. നോറ ആൻഡ് അഷ്റഫ് ആണ് ഇതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടാവരുത് കേട്ടോ. അതിന് വേണ്ടി എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇവിടെ നോക്കൂ, എനിക്ക് ഹി ഈസ് എ ടീച്ചർ, ഇതിലെ സബ്ജക്റ്റ് ഏതാ പറഞ്ഞാണ്? ഹി ഈസ് എ ടീച്ചർ. ഇതിലെ സബ്ജക്റ്റ് ഏതാ വരിക? അല്ലേ? ഹി ആണ് ഇതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ടീന ആൻഡ് ശ്രീവാസൻ were planning to go to Shimla for holidays. അല്ലേ? ഇതിലെ സബ്ജക്റ്റ് ഏതാണ്? പറ. പ്രവൃത്തി ചെയ്യേണ്ട ആളുകളാണ് ടീന ആൻഡ് ശ്രീനിവാസൻ ആണ്. ശ്രീവാസൻ അല്ല, ശ്രീനിവാസൻ ആട്ടോ. അടുത്ത ലേണിംഗ് ഗ്രാമർ ആൻഡ് വർക്കിംഗ് ഔട്ട് ഗ്രാമർ വർക്ക്ഷീറ്റ് ക്യാൻ ഹെൽപ്പ് യു. നോക്കൂ നിങ്ങൾ, ഇത്രയും വലിയൊരു സെന്റൻസ് ആട്ടോ. ലേണിംഗ് ഗ്രാമർ, ഗ്രാമർ പഠിക്കലും, ആൻഡ് വർക്കിംഗ് ഔട്ട് ഗ്രാമർ വർക്ക്ഷീറ്റ്, അല്ലെ? ഗ്രാമറിന്റെ വർക്ക്ഷീറ്റ് വർക്ക് ചെയ്യലും ക്യാൻ ഹെൽപ്പ് യു, നിങ്ങളെ സഹായിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞ ഈ വേർഡാണ് അതിൽ എന്തെന്ന് പറയാ, സബ്ജക്റ്റ് എന്ന് പറയുന്നത്. മക്കളെ സെറ്റ് അല്ലേ? നിങ്ങൾക്ക് സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി സബ്ജക്റ്റിനെ കുറിച്ച് ഡൗട്ട് ഇല്ലല്ലോ. ഇത് പഠിച്ചാൽ മാത്രമാണ് ടീച്ചേഴ്സൊക്കെ നമുക്ക് സ്കൂളിൽ എസ് പ്ലസ് വി പ്ലസ് അല്ലെ, എസ് എന്താന്ന് തിരയണ്ടേ? ദാറ്റ് ഈസ് സബ്ജക്റ്റ്. കർത്താവ് എന്ന് പഠിച്ചാൽ എന്ത് കർത്താവ് അല്ലേ? കർത്താവ് എന്ന് മാത്രം ഇങ്ങനെ തലേ നിൽക്കുള്ളൂ. പ്രവൃത്തി ചെയ്യുന്ന ആള്. ബേസിക് ആയിട്ട് ഇത് പഠിച്ചു നോക്കൂ. ദെൻ പാർട്ട് 2 വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.